ബാലുശ്ശേരി പോലീസിനെതിരെ ആരോപണവുമായി ചെറുവണ്ണൂരിൽ ആസിഡ് ആക്രമണത്തിനിരയായ യുവതിയുടെ അമ്മ. പ്രതി പ്രശാന്ത് ലഹരിക്കടിമയാണ്. നിരവധി പരാതികൾ നൽകിയെങ്കിലും പോലീസ് പരിഗണിച്ചില്ല. ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. 7 വർഷം മുൻപ് മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും അമ്മ റിപ്പോർട്ടിനോട് പറയുന്നു. കഴിഞ്ഞ ദിവസം ആസിഡ് ആക്രമണത്തിൽ പരുക്കേറ്റ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പ്രവിശ്യയുടെ അമ്മ സ്മിത ഇപ്പോൾ റിപ്പോർട്ടിനൊപ്പം ചേരുന്നുണ്ട്. ഇയാൾ നേരത്തെയും പല വിധത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചു. കണ്ണിന് കുത്തിയിട്ട് കണ്ണിനൊക്കെ അയച്ചൊക്കെ പോയതാണ്, കൃഷ്ണമണി കലങ്ങിയത്. അങ്ങനെ പിന്നെ ഈ ഇത് ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് ദിവസം മുന്നേ ഇവിടെ എയർവേസിനുള്ളിൽ കൂടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേറൊരാളെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അവളോട് പറഞ്ഞ് എൻ്റെ ഫോണൊന്ന് ഓണാക്കിയാൽ എനിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഇട്ടുതരാമെന്ന്. അപ്പോൾ ഫോൺ ഓണാക്കിയാലാണ് ഇത് കാണുന്നത്. അതൊക്കെ അവൾ എടുത്തിട്ടുണ്ട്. അവളെ ഫോൺ പോലീസ് കൊണ്ടുപോയിക്കും. ദൃശ്യങ്ങൾ പകർത്തിയിരിക്കും. അവൾ സുഖലാണ്ട് ഇങ്ങനെ കിടക്കുന്നേരം രാത്രി ഒരു 7:30 ആയിക്കേ സമയം. അന്നേരമാണ് ഇവൻ എയർവേസിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് വാർപ്പിൻ്റെ മുകളിൽ നിന്ന് ഈ ഇതെടുക്കുന്നത്, ഫോട്ടോ എടുത്തത്. കുഞ്ഞിന് നേരെയൊക്കെ നേരത്തെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം? അത് 8 കൊല്ലം മുന്നേ മൂത്ത മോൻ്റെ ഇതിൽ പെട്രോൾ ഒഴിച്ചിട്ട് സിഗരറ്റ് ഒഴിക്കുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ വന്ന് തട്ടി മാറ്റി. ഇയാൾ നിരന്തരം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി? നിരന്തരം വീട്ടിൽ വന്നിട്ട് ഞങ്ങളെല്ലാം അച്ഛനെയും എന്നെയും എല്ലാം ആക്രമിക്കും. ഇയാളിപ്പം ദൃശ്യങ്ങൾ പകർത്തി വരുന്ന അശ്ലീല ദൃശ്യങ്ങൾ അങ്ങനെയാണോ? ഓളെ മുഖം വെച്ചിട്ട് വേറെ ഓരോരോ രൂപമൊക്കെ ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും ഓളെ വിളിച്ചിട്ട് അന്നേരം ഓളെ ഫോണിലേക്ക് ഇട്ടിക്കില്ല. അത് വേറെ അടുത്തോളോട് ഇങ്ങനെ പറയൂ, പോലീസ് പരാതി കൊടുക്കണം, അങ്ങനത്തെ ഇതൊക്കെയാണ് ഇട്ടതെന്നൊക്കെ. ഞാളൊന്നും കണ്ടില്ല. നിങ്ങൾ പരാതി കൊടുത്തായിരുന്നു? അന്ന് ഞാൻ പരാതി ഓള് പറഞ്ഞു, എന്തിന് പരാതി കൊടുക്കുക, ഇത്രയും പരാതി കൊടുത്തിട്ട് ഒരു ഇതും ഇതുവരെ ഒരു 5-8 പരാതി അടല്ലേ, അതെല്ലാം അടക്കെടുക്കുന്നതല്ലേ, ഇനി പരാതി കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തില്ല. ഇപ്പം നിലവിൽ എന്താ ആരോഗ്യസ്ഥിതി? എന്താ ആരോഗ്യസ്ഥിതി വെച്ചാൽ വെള്ളമൊന്നും കുടിക്കാനൊന്നും ആകുന്നില്ല. ലേശം ഇറക്കിപ്പോയിക്ക്. അപ്പോൾ അത് തൊണ്ടയിലൊക്കെ മുറിവ് ഉണ്ട്. അപ്പോൾ വെള്ളമൊന്നും കുടിക്കാനാകുന്നില്ല. പിന്നെ കണ്ണ് ഒരു കണ്ണ് തുറക്കുന്നില്ല. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു? ലഹരിക്കടിമ. ഇത്തരത്തിൽ ഇപ്പോൾ പ്രവിശ്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. തുടർ ചികിത്സകൾ ഏതൊക്കെ തരത്തിൽ ആവശ്യമാണോ അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ഡോക്ടർമാർ നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശവും. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. ദീപക് മലയമ്മയുടെ വിവരങ്ങളുമായി. ദീപക്, നേരത്തെ തന്നെ കൊലപാതക ശ്രമം നടത്തിയ പ്രതിയാണ്. ഇയാൾക്കെതിരെ 5-8 തവണ പരാതി നൽകിയിട്ടും പോലീസ് അനങ്ങിയിട്ടില്ല എന്നാണ് ആ അമ്മ പറയുന്നത്. ഇപ്പോൾ മകളെ ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പോലീസ് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു, പ്രതിയെ പിടികൂടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് പോലീസ് പറയുന്നത്? ഈ വീഴ്ചയെക്കുറിച്ച് എന്താണ് പ്രതികരണം? സ്മൃതി, നേരത്തെ തന്നെ നമ്മൾ ഇത്തരം സംഭവങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഒന്ന്, കഴിഞ്ഞ ദിവസം ഷിബിലയുടെ കൊലക്കേസ് കണ്ടു. അതിലും സമാനമായ രീതിയിൽ പരാതി നൽകിയിട്ടും പോലീസ് അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ള ആക്ഷേപം വലിയ രീതിയിൽ ആ കുടുംബം ഉന്നയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നലെ പ്രവിശ്യ ബാലുശ്ശേരി കോട്ടൂർ സ്വദേശിനിയാണ്, അവർക്കെതിരെ ഇത്തരത്തിലൊരു ആസിഡ് ആക്രമണം ഉണ്ടാകുന്നത്. തുടർന്ന് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. ഇവർ വിവാഹബന്ധം നേരത്തെ തന്നെ വേർപ്പെടുത്തിയതാണ്. മുൻ ഭർത്താവായിട്ടുള്ള പ്രശാന്താണ് ഇത്തരത്തിൽ ആസിഡ് ആക്രമണം നടത്തുകയും ചെയ്തത്. ഇന്നിപ്പോൾ നമ്മളോട് സംസാരിച്ചത് പ്രവിശ്യയുടെ അമ്മ സ്മിതയാണ്. അവർ പറയുന്നത് ഏതാണ്ട് 8ഓളം പരാതികൾ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹം ആക്രമിക്കുന്നു എന്നുള്ളതുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പരാതികളൊന്നും വേണ്ട രീതിയിൽ ബാലുശ്ശേരി പോലീസ് പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ഇന്നലെ ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ മേപ്പയൂർ പോലീസാണ് ആ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും ആ കേസ് ഇനിയിപ്പോൾ ബാലുശ്ശേരിയിലേക്ക് കൈമാറും. അങ്ങനെ ആ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാലായിരിക്കും ഇനി തുടർ നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു വിശദീകരണത്തിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഗുരുതരമായ ആരോപണമാണ് പ്രവിശ്യയുടെ അമ്മ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 7 വർഷം മുൻപ് ഈ പ്രവിശ്യയുടെ കുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താനുള്ള ശ്രമം പോലും ആ പ്രതി പ്രശാന്ത് നടത്തിയിരുന്നു എന്നുള്ളതാണ്. അന്ന് അയൽവാസികൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് തട്ടിമാറ്റാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത്. മറ്റൊന്ന്, പ്രവിശ്യയുടെ തന്നെ ചിത്രങ്ങൾ ഇയാൾ സ്വന്തം ഫോണിൽ പകർത്തുകയും അത് മോർഫ് ചെയ്ത് മറ്റുള്ള പലർക്കും അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് പ്രചരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പരാതി കൊടുക്കാതിരുന്നത്, ഇത്തരത്തിൽ നിരവധിയായ പരാതികൾ സ്റ്റേഷനിൽ നൽകിയിട്ടും അതിലൊന്നും തന്നെ വേണ്ട രീതിയിലൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആണ് എന്നുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണം നൽകുമെന്നുള്ളത് തന്നെയാണ് നമുക്കും അറിയേണ്ടത്. ഇതുവരെ അത്തരത്തിൽ ഒരു പ്രതികരണത്തിലേക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടില്ല. ശരി, ദീപക് മലയമ്മയാണ് ആ വിവരങ്ങൾ നൽകിയത്.